നമസ്കാരം. ഞാൻ നിൽക്കുന്ന തിരുവനന്തപുരം സെന്റ് തോമസ് സ്കൂളിന് സമീപമാണ്. സെന്റ് തോമസ് സ്കൂളിൽ നിന്നും വെറും 500 മീറ്റർ മാത്രം മാറി സെന്റ് തോമസിൽ നിന്ന് നമുക്ക് കവടിയാറേക്ക് പോകുന്ന വഴി മെയിൻ റോഡിൽ 400 മീറ്റർ മാറി 4.25 സെന്റിൽ 1800 സ്ക്വയർ ഫീറ്റുള്ള ഒരു ബ്രാൻഡ് ന്യൂ വീടാണ് നമുക്ക് വിൽപ്പനയ്ക്കുള്ളത്. നമുക്ക് അതിന്റെ വിശേഷങ്ങളിലേക്ക് പോകാം. അപ്പോൾ മണ്ണന്തല സെന്റ് തോമസ് സ്കൂൾ ബേസ് ചെയ്തേക്കാൻ നമുക്ക് ഒരുപാട് എൻക്വയറീസ് വരുന്ന അടിസ്ഥാനത്തിലായി പുതിയ വീടെന്ന് ആഗ്രഹിക്കുന്നവർക്ക് എന്തുകൊണ്ടും പർച്ചേസ് ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു പ്രോപ്പർട്ടിയാണ്. സെന്റ് തോമസ് സ്കൂളിൽ നിന്നും 500 മീറ്റർ, സെന്റ് തോമസിൽ നിന്ന് നമ്മൾ കവടിയാറേക്ക് പോകുന്ന വഴി ആ റോഡിൽ നിന്നും ഏകദേശം 400 മീറ്റർ മാത്രമാണ് ഇതിലേക്ക് വരാൻ ഡിസ്റ്റൻസ്. എല്ലാ വലിയ വാഹനങ്ങളും വരുന്നത് ഏകദേശം 60 സെന്റിലായിട്ട് വരുന്ന ഒരു പ്രോജക്റ്റ് കൂടിയാണ്. ഒരു വില്ല കമ്മ്യൂണിറ്റി എന്ന കാറ്റഗറിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു ഗേറ്റ് കമ്മ്യൂണിറ്റി, കോമൺ അമ്യൂണിറ്റീസ് ഒന്നും കൊടുത്തിട്ടില്ല, ബട്ട് നമുക്കൊരു കോമൺ രീതിയിലേക്കുള്ള ഒരു റോഡ് ആക്സസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. നമുക്ക് 60 സെന്റിലേക്ക് വരുന്ന ഒരു പ്രോജക്റ്റ് കൂടിയാണ് ഈ പ്രോജക്റ്റ്. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് കയറുമ്പോൾ തന്നെ പാർക്കിങ്ങിന്റെ സ്പേസസിൽ യാതൊരു പ്രോബ്ലം ഇല്ല. നമുക്ക് ഏത് വലിയ SUV ടൈപ്പ് വണ്ടി വേണമെങ്കിലും നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ ഒരു വാഹനം നമുക്ക് അവിടെയും പാർക്ക് ചെയ്യാൻ പറ്റുന്ന 2 വണ്ടി ഈസി ആയിട്ട് പാർക്കിംഗ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കുള്ള നല്ല വൈഡ് ആയിട്ടുള്ള ഒരു മുറ്റമാണ് കൊടുത്തിട്ടുള്ളത്. 2 വണ്ടി പാർക്കിംഗ് ചെയ്താൽ പോലും നമുക്ക് നടക്കാനുള്ള നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഏരിയ കൂടി ഇതിനകത്ത് നമുക്ക് കിട്ടുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. അപ്പോൾ നമുക്ക് കവടിയാർ അല്ലെങ്കിൽ കുറവങ്കോണമൊക്കെ എത്താനായിട്ട് മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 8 മിനിറ്റ് താഴെയാണ് ഇതിലേക്ക് വരുന്ന ഡിസ്റ്റൻസ് എന്നുള്ളത്. അപ്പോൾ സിറ്റിക്കകത്തൊരു ഹൈ ബഡ്ജറ്റ് ആയിട്ട് നോക്കാതെ ഒരു ലോ ബഡ്ജറ്റ് രീതിയിലേക്ക് വീട് നോക്കുന്നവർക്ക്, ഒരു നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വീട് നോക്കുന്നവർക്ക് എന്തുകൊണ്ട് പക്ഷേ സെന്റ് തോമസ് സ്കൂളിൽ നിന്നൊക്കെ വളരെ വാക്കബിൾ ഡിസ്റ്റൻസ് ആണെന്ന് പറഞ്ഞ് നമുക്ക് അകത്തേക്ക് കയറാമെന്നവിടെ നല്ല അത്യാവശ്യം ആയിട്ടുള്ള ഒരു വൈഡ് ആയിട്ടുള്ള ഒരു സിറ്റ് ഔട്ട് ഏരിയയാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഇവിടെ ഒരു ചെയറൊക്കെ ഇട്ട് കുറച്ച് ഗാർഡനിങ് ഏരിയ ഒക്കെ ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. അകത്തേക്ക് കയറുമ്പോൾ തന്നെ ഇതിന്റെ ഒരു ലിവിംഗ് സ്പേസ് എന്ന് പറയുന്നത് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ലിവിംഗ് സ്പേസ് ആണ് വരുന്നത്. അതിമനോഹരമായ രീതിയിലേക്കുള്ള ഇന്റീരിയർ ഡിസൈൻ എല്ലാം കൊടുത്തിട്ടുണ്ട്. നമുക്ക് ജനലുകളും വാതിലുകളും കൊടുത്ത് നല്ലൊരു പോസിറ്റീവ് വൈബ് അല്ലെങ്കിൽ നല്ല വെട്ടവും വെളിച്ചവും കയറുന്ന രീതിയിലേക്ക് തന്നെയാണ് ഇതിന്റെ ഒരു ലിവിംഗ് സ്പേസ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ തന്നെ നമുക്ക് TV യൂണിറ്റിനൊക്കെ തന്നെ ഓൾമോസ്റ്റ് എല്ലാ വർക്കുകളും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി അതിനൊരു എക്സ്ട്രാ കോസ്റ്റ് എന്നുള്ളതൊന്നും നമുക്ക് എക്സ്ട്രാ ചിലവൊന്നും വരുന്നില്ല. അതുപോലെ L മോഡൽ ഹോളായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു ഡൈനിങ് സ്പേസ് എന്ന് പറയാൻ നല്ല വിശാലമായിട്ടുള്ള ഒരു ഡൈനിങ് സ്പേസ് ആണ് കേട്ടോ. പല വീടുകളിലും കാണുന്നതിനേക്കാൾ കൂടുതൽ കുറച്ചുകൂടി സ്പേഷ്യസ് ആയിട്ടുള്ള രീതിയിലേക്കാണ് ഇതിന്റെ ഡൈനിങ് സ്പേസ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമുക്കൊരു വാഷ് ബേസിനും കൊടുത്തിട്ടുണ്ട്. വാഷ് ബേസിനൊക്കെ വളരെ ഒരു ക്ലാസ് ലുക്കിൽ തന്നെയാണ് ഇതിന്റെ വാഷ് ബേസിനെ കൊടുത്തിട്ടുള്ളത്. അവിടെ നമുക്ക് സ്റ്റെയർ കേഴ്സ് മുകളിലേക്ക് പോകുന്ന രീതിയിലേക്ക് ഒരു ഓപ്പൺ ടൈപ്പ് ആയിട്ടാണ് ഇതിന്റെ ഒരു കിച്ചൺ ഏരിയയും വരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞൊരു L മോഡൽ ഹോളാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഏകദേശം ലിവിംഗ് സ്പേസും ഡൈനിങ് സ്പേസുമായി നമുക്ക് അവിടുന്ന് ബെഡ്റൂമിലേക്ക് കയറുമ്പോൾ, താഴത്തെ ഫ്ലോർ ഒരു ബെഡ്റൂമാണ് കേട്ടോ. ബെഡ്റൂമിലേക്ക് കയറുമ്പോൾ തന്നെ നല്ല മനോഹരമായ ഒരു പോസിറ്റീവ് എനർജി തരുന്ന രീതിക്ക് ഒരു ചെറിയൊരു കുഞ്ഞൊരു നൈസായിട്ടൊരു ഗാർഡൻ ഏരിയ, അവിടെ ഒരു ആർട്ട് വർക്ക് പോലത്തെ ഒരു വർക്ക് പെയിന്റിങ്ങിലാണ് ചെയ്തിട്ടുള്ളത്. അവിടെ നമുക്കൊരു പർഗോള കൊടുത്തിട്ടുണ്ട്. നല്ല ഒരു പോസിറ്റീവ് ആയിട്ടുള്ള വെട്ടവും വെളിച്ചവും ധാരാളം കിട്ടുന്നു എന്ന് പറഞ്ഞത് നല്ല രീതിയിലേക്ക് നമുക്കൊരു പോസിറ്റീവ് വൈബ് ഉണ്ട്. ബെഡ്റൂമിലേക്ക് കയറാം. ബെഡ്റൂം സൈസ് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂംസ് ആണ്. ഒരു ഗ്ലാസ് കളറിലാണ് ഇതിന്റെ കളർ പാറ്റേൺ വരുന്നത്. ഈ വോളിൽ കുറച്ച്, ഈ വീട്ടിൽ കയറിയപ്പോൾ എനിക്ക് തോന്നുന്നത് കുറച്ചൊരു പെയിന്റിങ്ങിൽ കുറച്ച് കലാവിരുതൊക്കെ ചെയ്തിട്ടുള്ള രീതിയിലേക്കുള്ള ഒരു വീടായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. നല്ല സ്പേഷ്യസ് ഉണ്ട്, അതിൽ യാതൊരു പ്രശ്നങ്ങളുമില്ല. ഇവിടെ നമുക്ക് സ്റ്റോറേജ് സ്പേസുകൾ, അലമാരയൊക്കെ തന്നെ നല്ല രീതിയിലേക്കുള്ള കബോർഡിലൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നല്ല മനോഹരമായ രീതിയിലേക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം മുകളിലത്തൊക്കെയുള്ള സ്റ്റോറേജ് സ്പേസുകൾ അതൊക്കെ നമ്മൾ എക്സ്ട്രാ കുറച്ചുകൂടി ചെയ്യേണ്ടി വരും. ബാത്റൂമിന്റെ സൈസ് ആയാലും അത്യാവശ്യം ക്ലാസ് ലുക്കിലാണ് ഇതിന്റെ ബാത്റൂം പോയിട്ടുള്ളത്. അറ്റാച്ച്ഡ് ബാത്റൂം കൂടിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതും അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂംസ് തന്നെയാണ് ഇതിലേക്ക് കൊടുത്തിട്ടുള്ളത്. ഇതിന്റെ കിച്ചണിലേക്ക് കയറുമ്പോൾ തന്നെ ഒരു ഓപ്പൺ ടൈപ്പ് കിച്ചൺ എന്ന രീതിയിലേക്ക് നമുക്ക് പറയാൻ പറ്റുന്ന രീതിയിലേക്കാണ് ഇതിന്റെ കിച്ചൺ ഏരിയ കൊടുത്തിട്ടുള്ളത്. കിച്ചൺ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു രീതിയിലേക്കാണ്. നമുക്ക് ഒരു കിച്ചണിലെ ഒരു ടൈൽ പാറ്റേൺ ഒക്കെ ഒരു ഗ്രിപ്പിംഗ് ടൈൽ തന്നെയാണ്. അതൊക്കെ എന്തുകൊണ്ടും നന്നായിട്ടുണ്ട്. ഏകദേശം സ്റ്റോറേജ് സ്പേസുകളും ധാരാളമായ സ്റ്റോറേജ് സ്പേസുകളെല്ലാം നല്ല അലുമിനിയം ഫാബ്രിക്കേഷന്റെ വർക്ക് എല്ലാം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചിമ്മിനിയൊക്കെ നമുക്ക് നല്ല രീതിയിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഗ്യാസ് സിലിണ്ടർ ഒക്കെ വെക്കാനായിട്ടുള്ള ഓപ്ഷൻസ് ഒക്കെ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസുകൾ, ധാരാളം സ്റ്റോറേജ് സ്പേസുകളാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഏത് രീതിയിലേക്ക് നമുക്ക് ഒരുവിധമുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യാനുള്ള സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കിച്ചണാണ് കൊടുത്തിട്ടുള്ളത്. അവിടെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനായിട്ടുള്ള
ഒരു എൻട്രൻസ് കൊടുത്തിട്ടുണ്ട്. ഒരു വർക്ക് ഏരിയ എന്നുള്ള കൺസെപ്റ്റ് വേണമെങ്കിൽ ഇവിടെ ഒരു മിനിയേച്ചർ പോലെ ചെയ്തിട്ടുണ്ട്. കാരണം നമുക്ക് ഇവിടെ അത്യാവശ്യമായ കാര്യങ്ങൾ ഇവിടെ ഒന്ന് ഷീറ്റ് റൂഫ് മാത്രം ഇട്ട് കഴിഞ്ഞാൽ ഇതിനെ നമുക്കൊരു വർക്ക് ഏരിയ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിലേക്കും അവിടെ നനകല്ലും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി നമുക്ക് അതിനൊക്കെ ഒരു എക്സ്ട്രാ കോസ്റ്റ് എന്നുള്ള രീതിയിലേക്കൊന്നും നമ്മൾ പോവേണ്ട ആവശ്യമില്ല. ഒരു വീട് എന്ന് പെട്ടെന്ന് വീട് വാങ്ങിച്ച് പാല് കാച്ചി താമസിക്കണം എന്നുള്ളവർക്ക് എന്തുകൊണ്ടും പെട്ടെന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കാണ് ഈ വീടിന്റെ ഒരു കൺസ്ട്രക്ഷൻ പാറ്റേൺ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഏകദേശം 60 സെന്റിലായിട്ട് വരുന്ന ഒരു പ്രോജക്റ്റ് ആണ് ഇത്. അവരെ ഫസ്റ്റ് ആയിട്ടുള്ള വീടാണ്. ആ പ്രോജക്റ്റിൽ ഒത്തിരി പ്രോജക്റ്റ് ചെയ്യുന്ന ഒരു ബിൽഡേഴ്സ് ആണ് അവർ. അപ്പോൾ അതിൽ ഫസ്റ്റ് വരുന്ന ഒരു പ്രോജക്റ്റ് ആയിട്ട് തന്നെ അത്യാവശ്യം ക്വാളിറ്റിയുടെ കാര്യത്തിലൊന്നും വലിയ കോംപ്രമൈസ് ഒന്നും ഇല്ലാത്ത രീതിയിലേക്കാണ് ഇതിന്റെ കൺസ്ട്രക്ഷൻ പാറ്റേൺ പോകുന്നത്. നമുക്ക് മുകളിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് വൈറ്റ് ആൻഡ് ബ്ലാക്കിലാണ് ഇതിന്റെ ടെയിൽ പാറ്റേൺ വരുന്നത്. സൈഡിലെല്ലാം ഹാൻഡിലെല്ലാം സ്റ്റീലിലായി കൊടുത്തിരിക്കുന്നു. ഇതിനകത്ത് കയറിയപ്പോൾ എനിക്കൊരു പോസിറ്റീവായിട്ട് തോന്നിയെന്ന് വെച്ചാൽ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഏരിയ ഉണ്ട് കേട്ടോ. കാരണം വെച്ചാൽ മുകളിലേക്ക് കയറി വരുമ്പോൾ തന്നെ നമുക്ക് നല്ല വൈഡ് ആയിട്ടുള്ള ഒരു ഹോൾ ഏരിയ ആണ് വരുന്നത്. ഈ സൈഡിലേക്ക് നല്ലൊരു ഹോൾ ഏരിയ ഉണ്ട്. നമുക്ക് ഇവിടെയും നല്ല സ്പേഷ്യസ് ആണ്. മുകളിലത്തെ ഫ്ലോറിൽ വരുന്ന 2 ബെഡ്റൂം, ഹാള്, അതുപോലെ തന്നെ ഒരു ബാൽക്കണി ഏരിയ ആയിട്ടാണ് വരുന്നത്. ഓപ്പൺ ആയിട്ട് ഒരു മുകളിലേക്ക് പോകുന്ന ടെറസിന്റെ ഒരു ഏരിയ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഈ സ്റ്റെപ്പ് കയറി വരുമ്പോൾ തന്നെ നല്ല ലൈറ്റ് ഒക്കെ നല്ല അതിമനോഹരമായ രീതിയിലേക്കുള്ള ഒരു ഫാൻസി ലൈറ്റ് ഒക്കെ കൊടുത്ത് കുറച്ചുകൂടി അട്രാക്റ്റീവ് ആക്കാൻ അവർ നന്നായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അതെന്തായാലും വർക്ക്ഔട്ട് ആയി എന്നതാണ് എൻ്റെ ഒരു സിമ്പിൾ പാറ്റേൺ ആയിട്ട് പറയാനുള്ള വിശ്വാസം. അതുപോലെ ഈ വോളിലൊക്കെ കണ്ടില്ല നല്ല രീതിയിലേക്കുള്ള ഒരു പെയിന്റിങ്, ഒരു ആർട്ട് വർക്ക് പോലെയൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമുക്ക് എന്തോ ഒരു കണ്ണിനൊരു കുളിർമ തരുന്ന രീതിയിലേക്ക് കുറേ കാര്യങ്ങൾ അവർ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. എന്തായാലും ആ ബിൽഡേഴ്സ് നല്ല രീതിയിലും ഇനി വർക്കുകൾ കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. മുകളിലത്തെ ഫ്ലോറിൽ ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് കയറുമ്പോൾ തന്നെ ബെഡ്റൂമും അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമാണ് കൊടുത്തിട്ടുള്ളത്. അവിടെയും നമുക്ക് അലമാര എല്ലാം കൊടുത്തിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസുകളൊന്നും യാതൊരു പ്രശ്നമൊന്നുമില്ല. അതാ നല്ല രീതിയിലേക്കുണ്ട്. അവിടെയും നമ്മുടെ ഈ മുകൾ ഭാഗത്ത് AC പോയിന്റും അതുപോലെ തന്നെ നല്ല രീതിയിലുണ്ട്. ഒരു കളർ പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഒരു വോളിൽ അത്യാവശ്യം ഞാൻ പറഞ്ഞില്ല ഒരു ക്ലാസ് ആയിട്ടുള്ള കുറച്ച് വർക്കുകളായിട്ടുള്ള ഒരു പെയിന്റിംഗ് പാറ്റേൺ ആണ് കൊടുത്തിട്ടുള്ളത്. അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുള്ള ബാത്റൂമിന്റെ സൈസിലൊന്നും യാതൊരു പ്രോബ്ലം ഇല്ല. അത്യാവശ്യം നല്ല രീതിയിലേക്കുള്ള ബാത്റൂം സൈസാണ് കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് ഫ്ലോറിലെ 2ാമത്തെ ബെഡ്റൂമിൽ കയറുമ്പോഴും അതിന്റെയും സൈസിന്റെ കാര്യത്തിൽ യാതൊരു പ്രശ്നവുമില്ല. അത്യാവശ്യം നല്ല വൈഡ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം സൈസാണ് കൊടുത്തിട്ടുള്ളത്. അവിടെയും ധാരാളം സ്റ്റോറേജ് സ്പേസിൽ കൊടുത്തിട്ടുണ്ട്. അലമാരയൊക്കെ നല്ല ബോർഡ് വർക്കിലാണ് ചെയ്തിട്ടുള്ളത്. അതും അത്യാവശ്യം നല്ല രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അറ്റാച്ച്ഡ് ബാത്റൂം കൊണ്ടാണ് ആ ബെഡ്റൂമിൽ കൊടുത്തിട്ടുള്ളത്. അതും ബാത്റൂമിന്റെ കാര്യത്തിലും യാതൊരുവിധ പ്രോബ്ലവും ഇല്ല. അത്യാവശ്യം നല്ല രീതിയിലുള്ള ടൈൽ പാറ്റേണും നല്ല നമുക്ക് ഇറിറ്റേഷൻ ആകുന്ന രീതിയിലേക്കുള്ള പാറ്റേണോ അല്ലെങ്കിൽ ഒരുപാടൊക്കെ ആഡംബരമായിട്ടുള്ള നമ്മളെയൊക്കെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലേക്കുള്ള ഒരു എന്താ പറയാ ഡിസൈൻ വർക്കുകളൊന്നുമല്ല. വളരെ സിമ്പിൾ ആയിട്ട് കുറച്ച് പെയിന്റിംഗ് വർക്കുകൾ കുറച്ച് കണ്ണിന് കുളിർമ രീതിയിലേക്ക് കൊടുക്കുന്ന ഒരു വീടായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പൊ മുകളിലത്തെ ഏരിയയിലെ ബാൽക്കണി ഏരിയയിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ നല്ല വിശാലമായിട്ടുള്ള ഒരു ബാൽക്കണി ഏരിയയാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ധാരാളം വീടുകളൊക്കെ ഉള്ള നല്ല റെസിഡൻഷ്യൽ ഏരിയ തന്നെയാണ് ഈ ഏരിയ. അതുപോലെ തന്നെ നമുക്ക് ഈ സൈഡിൽ നിന്ന് മുകളിലേക്ക് നമ്മുടെ ടെറസ് ഏരിയയിലേക്ക് പോകാനുള്ള ഒരു ഓപ്പൺ ടെറസ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് പോകാനുള്ള സ്റ്റെപ്പുകൾ കൊടുത്തിട്ടുണ്ട്. സൈഡിലൊക്കെ നല്ല ഇതിൽ ഹാൻഡിലെല്ലാം ടെറ്റിൽ കൊടുത്തിട്ടുണ്ട്. സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും അവർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കുറച്ചുകൂടി ഒരു കണ്ണിന് കുളിർമ തരുന്ന ഒരു പോസിറ്റീവായിട്ട് കുറച്ച് വർക്കുകൾ കണ്ടില്ല. നല്ല ലൈറ്റിംഗ് ഒക്കെ കൊടുത്തുകൊണ്ട് സിമ്പിൾ ഡിസൈൻ പാറ്റേണിൽ നല്ല മനോഹരമായ രീതിയിലേക്ക് ഈ വീട് ചെയ്യാൻ ശ്രമിച്ചു എന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം. അപ്പൊ മണ്ണന്തല, നാലാഞ്ചിറ, സെന്റ് തോമസ് സ്കൂൾ അല്ലെങ്കിൽ വയലിക്കട ജംഗ്ഷൻ, മുക്കോല ആ രീതിയിലൊക്കെ വീട് നോക്കുന്നവർക്ക് അല്ലെങ്കിൽ കുടപ്പനക്കുന്നിന്റെ ഭാഗത്തൊക്കെ വീട് നോക്കുന്നവർക്ക് എന്തുകൊണ്ടും പർച്ചേസ് ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു പ്രോപ്പർട്ടിയാണ്. 4.25 സെന്റിൽ 1800 സ്ക്വയർ ഫീറ്റിലായിട്ട് 3 ബെഡ്റൂമുകളാണ് ഞാൻ പറഞ്ഞു. ഏകദേശം നല്ല രീതിയിലുള്ള ഒരു പുതിയ വീടാണ് നമുക്കിന്ന് വിൽപ്പനയ്ക്കുള്ളതെന്ന് കൂടി ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഏകദേശം ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില എന്ന് പറയുന്നത് 95 ലക്ഷം രൂപയാണ്. നെഗോഷ്യബിൾ ആണ്. നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക. വീണ്ടും റിയൽ എസ്റ്റേറ്റ് ബേസ്ഡ് ആയിട്ടുള്ള വീഡിയോസ് കാണുന്നതിനായി ഞങ്ങളുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്തതിന്റെ വീഡിയോ ശ്രമിക്കുക. കവടിയാർ ജംഗ്ഷനിൽ നിന്നോ അല്ലെങ്കിൽ പുറമോടം ജംഗ്ഷനിൽ നിന്നോ അല്ലെങ്കിൽ അമ്പലമുക്കിൽ നിന്നോ അല്ലെങ്കിൽ പേരുകുളയിൽ നിന്നൊക്കെ ഏകദേശം ഒരു 2-3 കിലോമീറ്ററിന് താഴെ മാത്രമാണ് നമ്മൾ ഇതിലേക്ക് വരാനുള്ളത്. അല്ലെങ്കിൽ MC റോഡിൽ നിന്നായാലും MG റോഡിൽ നിന്നായാലും ഏകദേശം 3 കിലോമീറ്ററിനകത്തേനെ ഈ വീട്ടിലേക്ക് എത്താൻ പറ്റും. ഞാൻ പറഞ്ഞ 60 സെന്റിലായിട്ട് തുടങ്ങുന്ന ഒരു പ്രോജക്റ്റോടുകൂടിയാണ് തന്നെ അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി തന്നെയാണ് ഈ വീട് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ വീഡിയോ നിങ്ങൾ മിസ് ചെയ്യേണ്ട. പുതിയ വീട് നോക്കുന്നവർക്ക് എന്തുകൊണ്ടും പർച്ചേസ് ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു പ്രോപ്പർട്ടിയാണ് ഈ പ്രോപ്പർട്ടി.